ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വാഴ 2 എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടിട്ടുള്ളവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. സിനിമയുടെ തുടക്കത്തിൽ ഹാഷിറിന്റെ വാപ്പ മരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരാൾ ആ വീടിന് പുറത്തേക്ക് വരികയും ചുറ്റുപാട് നോക്കിയതിനു ശേഷം ഒരു വാഴ സെലക്ട് ചെയ്യുകയും അത് വെട്ടി താഴെ ഇടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ അവിടെ വന്ന് ഏതെങ്കിലും ഒരു വാഴ അങ്ങ് വെട്ടിയിടുകയല്ല, പകരം മെയിൻ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വാഴയാണ് വെട്ടുന്നത്. അതായത് വാഴ ഒരിക്കലേ കുലയ്ക്കുകയുള്ളൂ. സോ വാഴക്കുല ഓൾറെഡി വെട്ടി മാറ്റിയിരിക്കുന്ന മെയിൻ ഉപയോഗം കഴിഞ്ഞിരിക്കുന്ന ഒരു വാഴയാണ് അയാൾ വെട്ടുന്നതായി കാണിക്കുന്നത്. ഇതിനുശേഷം ഹാഷിർ എവിടെയെന്ന് ഉമ്മ ചോദിക്കുകയും കുട്ടിയായിട്ടുള്ള ഹാഷിറിനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ സീനിൽ കുട്ടിയായിട്ടുള്ള ഹാഷിറിന്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത് ആ വെട്ടിമാറ്റിയ വാഴയുടെ സ്ഥലവും അതിന്റെ അടുത്ത് നിൽക്കുന്ന തൈയുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെയുമാണ് ഈ ഹാഷിറിനെ കാണിക്കുന്നത്. അതായത് വലിയ വാഴ വെട്ടിമാറ്റിയതിനു ശേഷം അതിനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ ചെറിയ തൈവാഴയുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് അച്ഛനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മകനായിട്ടുള്ള ഹാഷിറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഹാഷിറിന് ഒരു അനുജൻ ജനിക്കുന്ന സമയത്ത് കൃത്യമായി നേരത്തെ കാണിച്ച ഈ ഒരു തൈയുടെ അടുത്ത് രണ്ടാമതൊരു ചെറിയ തൈ കൂടി വന്നു നിൽക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഹാഷിർ ഉമ്മയോട് പലപ്പോഴായി ഉമ്മയ്ക്ക് വേദന തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സമയം ഒരിക്കൽ അടുക്കള ഭാഗത്ത് ഹാഷിറിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറെ മടലുകൾ വെച്ചിരിക്കുന്നതായും അതിന്റെ ഏറ്റവും അറ്റത്തായി ഹാഷിർ പിന്നീട് ഉപയോഗിക്കുന്നതായി കാണിക്കുന്ന ആ മടൽ ബാറ്റ് വെച്ചിരിക്കുന്നതായും കാണാം. ഹാഷിർ നോക്കുന്ന പെൺകുട്ടിയെ ഹാഷിർ പലപ്പോഴായി ശബ്ദമുണ്ടാക്കുമ്പോൾ ഈ പെൺകുട്ടി ഹാഷിറിനെ നോക്കുന്നതായി കാണിച്ചിട്ടില്ല. പിന്നീട് മുജീബ് സാർ പ്രണയിക്കുന്നവരെ പിടിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഹാഷിറിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഹാഷിർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയ സമയത്തെല്ലാം അവൾ ഹാഷിറിനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുവെന്നും എടുത്തു കാണിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നേ ഹാഷിർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതായി ആദ്യ ഭാഗത്തെല്ലാം കാണിക്കുന്ന സമയത്ത് ഒരു സീനിൽ ഹാഷിർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുകയും ആ സമയം ഈ പെൺകുട്ടി ഹാഷിറിനെ തന്നെ ശ്രദ്ധിക്കുന്നതായും എടുത്തു തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സീനിൽ തന്നെ സാബിറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ ഈ പെൺകുട്ടി ഹാഷിറിനെ നോക്കുന്നതിലോട്ട് പോകാതെ പകരം സാബിറിലേക്ക് കൊണ്ടുപോകാനും സംവിധായകൻ ബ്രില്യൻ്റായി ശ്രദ്ധിച്ചിട്ടുണ്ട്. വിനായകനെ ആദ്യമായി കാണിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇപ്പോൾ വന്നുകൊണ്ട് ഹാഷിറിനെയും അല്ലേയും തല്ലുമെന്നെല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ഇവർക്കിടയിൽ തല്ലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും തല്ലുകയല്ല, പകരം ഇവരെയെല്ലാം പിടിച്ചു മാറ്റാനായി മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇത് വിനായകന്റെ അച്ഛനായിട്ടുള്ള ബിജുക്കുട്ടന്റെ ക്യാരക്ടറിന്റെ ആ ഒരു സ്വഭാവമായി കണക്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. കാരണം ബിജുക്കുട്ടന്റെ ക്യാരക്ടർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അച്ഛന്റെ ആ ഒരു സ്വഭാവം മകന് കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെയെല്ലാം കാണിക്കുന്നത്. എന്നാൽ ആഷ്ന ആത്മഹത്യക്ക് ശ്രമിക്കാനായി പോയതിനു ശേഷമുള്ള സീനിൽ ഈ ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരെക്കാട്ടിലും എല്ലാം കൂടുതൽ വയലന്റായി ഫൈറ്റ് ചെയ്യുന്നതായി കാണിക്കുന്നത്. ആ ഇരുമ്പിന്റെ കട്ടിയെടുത്തെല്ലാം അടിക്കാനായി പോകുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അത് ആ ഡ്രഗ്സ് എല്ലാം കഴിച്ച സമയത്ത് വിനായകന്റെ എല്ലാം സ്വഭാവം തന്നെ മാറി സ്വബോധം പോയിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് കാണിച്ചത്. കുട്ടേട്ടൻ എന്ന ക്യാരക്ടർ ഈ ഡ്രഗ്സ് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കുപ്പിയിലെ വെള്ളത്തിലോ മദ്യത്തിലോ മറ്റോ ആണ് ഈ ഡ്രഗ്സ് കലക്കി കൊടുക്കുന്നത്. ആ സമയത്തുള്ള കുപ്പി ശ്രദ്ധിക്കുകയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ ഈ കുട്ടേട്ടൻ എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇയാൾ ഈ ഒരു കുപ്പിയിലെ വെള്ളം കുടിക്കുന്നതായി കാണിച്ചിരുന്നു. അതിലൂടെ ഈ ഒരു ക്യാരക്ടറിനെ സിനിമയുടെ തുടക്കം മുതൽക്ക് തന്നെ ഈ ഡ്രഗ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. കൂടാതെ അയാളുടെ ടീഷർട്ടിൽ ബോബ് മാർലിയുടെ ചിത്രവും ഒരു സീനിൽ കൊടുത്തിട്ടുണ്ട്. ബോബ് മാർലിയെ നമുക്കറിയാം, ഗായകനെല്ലാം ആണെങ്കിലും മരിജുവാൻ അല്ലെങ്കിൽ കഞ്ചെല്ലാം ഉപയോഗിക്കുന്നതിലൂടെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാകാം ഇങ്ങനെ ഡ്രഗ്സ് എല്ലാം ഡീൽ ചെയ്യുന്നതായി കാണിക്കുന്ന കുട്ടേട്ടൻ അത്തരത്തിലുള്ള ഒരാളുടെ ടീഷർട്ട് കൂടി യൂസ് ചെയ്യുന്നതായി കാണിച്ചത്. സജിൻ അജിൻ എന്നീ ക്യാരക്ടറുകളുടെ അച്ഛൻ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റിന്റെ മറ്റോ ബിസിനസ് അപ്പോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ചില ഡയലോഗുകൾ സിനിമയിൽ പറയുന്നുണ്ട്. എന്നാൽ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് സജിനും അജിൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീനിൽ അവിടെ SA സൂപ്പർ മാർക്കറ്റ്, SA ഗോൾഡ് ജുവലേഴ്സ് എന്നെല്ലാം എഴുതിയിരിക്കുന്ന ബോർഡുകൾ കിടക്കുന്നതായി കാണാം. ഒരുപക്ഷെ ഈ SA എന്ന് പറയുന്നത് സജിന്റെയും അജിന്റെയും പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിട്ടുകൊണ്ട് അച്ഛൻ മുൻപ് നടത്തി തകർന്നു പോയിട്ടുള്ള ബിസിനസ്സുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരിക്കാം അത്തരം ഷോപ്പുകളുടെ എല്ലാം ബോർഡുകൾ അവിടെ കിടക്കുന്നതായി കാണിച്ചത്. കൂടാതെ ഈ ഷോപ്പുകൾ നടത്തി പരാജയപ്പെട്ടതിലൂടെയായിരിക്കാം ഇയാൾക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നതും. അലന്റെ സഹോദരിയെ വരുന്ന ആഷ്ന എന്ന ക്യാരക്ടറിന്റെ മുറി കാണിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബാർബി ഡോളുകൾ ഇരിക്കുന്നതായി കാണാം. സോ അതിലൂടെ ഈ ക്യാരക്ടർ ഒരു ബാർബി ആരാധകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ചിത്രത്തിന് ഇടയ്ക്ക് വെച്ച് ഈ ആഷ്ന എന്ന ക്യാരക്ടർ ഒരു സിനിമ കാണാൻ പോകുന്നതായും അത് ബാർബിയുമായി ബന്ധപ്പെട്ട ബാർബീസ് ഡേ ഔട്ട് എന്നൊരു ചിത്രമാണെന്നും കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഡേ ഔട്ട് എന്ന് പറയുന്നത് പുറത്തു പോകുന്ന ഒരു ദിവസം എന്നാണ്. ബാർബീസ് ഡേ ഔട്ട് എന്ന് വെച്ചാൽ ബാർബി പുറത്തു പോകുന്ന ഒരു ദിവസം. അതിലൂടെ സത്യത്തിൽ അവിടെ ബാർബിയുടെ ആരാധികയായിട്ടുള്ള ആഷ്ന പുറത്തു പോകുന്ന ആ ഒരു ദിവസത്തെ തന്നെയാണ് ആ ഒരു സിനിമയുടെ പേരിലൂടെയും കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു സീൻ കാണിക്കുമ്പോൾ ആ സമയം ആഷ്നയെല്ലാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോവുകയും അല്ലുമായി വരെ മിണ്ടാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലൂടെയെല്ലാം പോയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആഷ്നയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു ബാർബി ഡോൾ വീടിന് പുറത്ത് ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണിക്കുന്നത്. മുജീബ് സാർ എന്ന ക്യാരക്ടർ ക്ലാസ്സിൽ പ്രേമിക്കുന്നവരെയും ഫോൺ ഉപയോഗിക്കുന്നവരെയും പിടിക്കുന്നുണ്ട്. ആ സീനിൽ ഫോൺ ഉപയോഗിച്ചവരെ മാത്രമല്ല പല വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും മുജീബ് സാർ ആ കൂട്ടത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്നും കാണാം. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് ഇവർ സ്കൂളിൽ ഫൈറ്റ് നടത്തിയതിനു ശേഷം പോലീസ് പിടിക്കുകയും പിന്നീട് പോലീസ് ഇവരെ ഉപദേശിച്ച് വിട്ടതിന് ശേഷം വരുന്നൊരു സീനിൽ ഹാഷിർ ഇട്ടിരിക്കുന്ന ടീഷർട്ട് നോക്കുകയാണെങ്കിൽ 100% ഓർഗാനിക് ഹ്യൂമൻ ബീയിങ് എന്ന് രസകരമായി കൊടുത്തിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഹാഷിർ കാറ്ററിംഗിന് പോകുന്ന ഒരു സീനിൽ അമീനും നിഹാലുമെല്ലാമായി ഉടക്കുകയും അമീൻ ഹാഷിറിനെ ഡെസ്കിൽ പിടിച്ച് ഇടിക്കുകയും ഹാഷിർ നിലത്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹാഷിറിനെ ഫൈറ്റിന് സഹായിച്ചിരുന്നത് വാഴ 1 ആളുകളാണെന്ന് സിനിമയുടെ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. ശരിക്കും സിനിമയുടെ ഇടയ്ക്ക് ഈ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ഇവരെ ആരെയും നമ്മളെ എഴുത്തൊന്നും കാണിച്ചിട്ടില്ല. എങ്കിലും ആ സീനുകളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗത്ത് ഹാഷിർ ഫുഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് മാറി ബിനോയ് ഇരിക്കുന്നതായും പിന്നീട് അമീൻ ഹാഷിറിനെ ഇടിക്കുന്ന സമയത്ത് കൃത്യമായി ആദ്യ ഭാഗത്തിലെ ആ പെൺകുട്ടി ഉൾപ്പെടെ പ്രധാന ക്യാരക്ടറുകൾ എല്ലാം തന്നെ അവിടെ ഇരിക്കുന്നതായും എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സീനിൽ വാഴ 1 മെയിൽ ക്യാരക്ടറുകളെ കാണിക്കുന്ന സമയത്ത് അവരെല്ലാം പച്ച വേഷം ധരിച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വാഴ എന്ന അർത്ഥത്തിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അത്തരത്തിലുള്ള ഒരു വേഷം തന്നെ ഇവർക്ക് കൊടുത്തത്. UK വെച്ച് വിനായകും അലനും ഒത്തുചേരുന്ന സ്ഥലത്തിന് 6-ാം മൈൽ എന്ന് പേരിടുന്നുണ്ട്. പിന്നീട് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പിണക്കം മാറിയതിനു ശേഷം അലനും ആഷ്നയുമായി ഫോൺ ചെയ്യുമ്പോൾ ഇവരുടെ ഒത്തുചേരൽ സംഭവിക്കുന്നതും അലൻ 6-ാം മൈലിൽ ഉള്ളപ്പോൾ തന്നെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കൾ മാത്രമല്ല സഹോദരങ്ങളും ഒത്തുചേരുന്ന ഒരു സ്ഥലമായിട്ടാണ് ആ 6-ാം മൈലിനെ ചിത്രത്തിൽ കാണിക്കുന്നത്. കൂടാതെ ആ സീനിൽ ആഷ്ന ഇട്ടിരിക്കുന്നത് ഒരു ജേഴ്സിയാണ്. സോ സിനിമയിൽ അലൻ എന്ന ക്യാരക്ടർ ഇത്തരത്തിൽ ഒരുപാട് ടീമുകളുടെ ജേഴ്സികൾ യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ ഏതെങ്കിലും സീനിൽ ആഷ്ന ഇത്തരത്തിലൊരു ജേഴ്സി യൂസ് ചെയ്യുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആഷ്ന ഈ സീനിൽ ഇട്ടിരിക്കുന്നത് അലൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജേഴ്സി ആണെന്നും ആ സീനിൽ ഇവരുടെ ഒത്തുചേരലിനെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാകാം ആഷ്ന ഇത്തരത്തിൽ അലന്റെ ആ ജേഴ്സി തന്നെ ഈ സീനിൽ ഇട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. പിന്നീട് അജിനും സജിനും ആ വണ്ടിയിൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള സജിൻ സായും ഇരിക്കുന്നതായും കാണാം. സിനിമയുടെ തുടക്കത്തിൽ അലന്റെയും ഹാഷിറിന്റെയും വീടുകൾ അടുത്തടുത്താണ് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഹാഷിറിന്റെ അനിയൻ അലന്റെ വാപ്പയെ തള്ളിയിട്ടതിനു ശേഷം അവിടേക്ക് പോയ ഹാഷിർ വീണ്ടും ബൈക്കിൽ കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. സോ അതിലൂടെ ആ സമയം ഇവർ രണ്ടും അടുത്തടുത്ത വീടുകളിലല്ല താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കൂടാതെ അലൻ UK പോകുന്നതിന് മുന്നേ വരുന്നൊരു സീനിൽ സുധീഷിന്റെ ക്യാരക്ടർ അവർ അപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നുമുണ്ട്. കൂടാതെ പണ്ട് അവർ താമസിച്ചിരുന്ന വീടിന്റെയും അവസാന ഭാഗങ്ങളിൽ കാണിക്കുന്ന വീടിന്റെയും മുൻവശത്തെ വാതിലിന്റെയും ആ സപ്പോർട്ടിംഗ് റെയിലിന്റെയും എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് രണ്ടും 2 വീടാണ് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. സോ ഇവർ ഹാഷിറിന്റെ വീടിന്റെ അടുത്ത് സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നതെങ്കിലും സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് മാറി കുറച്ച് ദൂരേക്ക് മാറി ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇവിടെയൊന്നും മാറി താമസിക്കുന്നതെന്ന് കാണിച്ചിട്ടില്ലെങ്കിലും അലനും ഹാഷിറുമെല്ലാം സ്കൂളിൽ വെച്ച് അടിപിടി ഉണ്ടാക്കുകയും പോലീസ് സ്റ്റേഷനിൽ കയറുകയെല്ലാം ചെയ്തതിന് ശേഷമാകാം ആ ഒരു നാണക്കേടിലോ മറ്റോ ആയിരിക്കാം ഇവർ ഇവിടെയൊന്നും കുറച്ച് ദൂരത്തേക്ക് മാറി താമസിച്ചത്. ഈ സിനിമയെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്ത സമയത്ത് ഈ 2 സിനിമകളിലും ഒരുപോലെ തന്നെ കൊണ്ടുവന്നിരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. 2 സിനിമയിലെ പ്രധാന ക്യാരക്ടറുകൾ മോഹൻലാൽ ആരാധകരാണെന്ന് കാണിക്കുന്നു. 2 സിനിമയിലും ഈ ഒരു ക്യാരക്ടറിന് ഫൈറ്റിനിടയിൽ വേദന ഉണ്ടാകുന്നതായി കാണിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സിമിലാരിറ്റികൾ ഉള്ളതിനെ പറ്റി ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൽ പറയാതെ പോയിട്ടുള്ള 1-2 കാര്യങ്ങൾ, അതായത് 2 സിനിമയിലും ഇവർ അബദ്ധത്തിൽ ഒരു സാറിനെ തല്ലുന്നതായി കാണിക്കുന്നുണ്ട്. കൂടാതെ 2 സിനിമയിലെയും പോലീസ് ക്യാരക്ടറുകൾ അവരുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആദ്യ സിനിമയിലെ ബേസിലിന്റെ പോലീസ് ക്യാരക്ടർ തന്റെ അച്ഛനും ആദ്യ സിനിമയിലെ ആ കഥാപാത്രങ്ങളുടെ അച്ഛന്മാരെ പോലെ
പഠിക്കാൻ വേണ്ടി ഒരുപാട് പ്രഷറെല്ലാം തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരുപാട് കുഴപ്പങ്ങളെ പറ്റിയെല്ലാം അൽഫോൺസ് പുത്രൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയുന്നത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നതെന്നാണ്. അതിലൂടെ ഈ ക്യാരക്ടറും ഇവരെ പോലെ തന്നെ മുൻപും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിലൂടെ രണ്ട് സിനിമയിലെയും പോലീസുകാരുടെ ജീവിതത്തിലും സിനിമയിലെ മെയിൻ ക്യാരക്ടറുകളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ കലാം എന്ന ക്യാരക്ടർ രണ്ട് സിനിമയിലും ഫൈറ്റിനിടയിൽ കർച്ചീഫ് എടുത്തുകൊണ്ട് കയ്യിൽ ചുറ്റുന്നതായും ഒരേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ ഒരേപോലെ തന്നെ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യ സിനിമയിലെ അച്ഛൻ കഥാപാത്രങ്ങളെയും പല സീനുകളിലൂടെ എടുത്തു തന്നെയും അല്ലാതെയും ഈ ചിത്രത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണാം. മറ്റൊന്ന്, സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വിനായക് പനി പിടിച്ച് ഹോസ്പിറ്റലിലെ വാതിക്കലുള്ള ബെഞ്ചിൽ കിടക്കുമ്പോൾ വിനായകന്റെ അച്ഛൻ വന്ന് മടിയിൽ കിടന്നതായും പിന്നീട് വിനായകന്റെ അസുഖം മാറിയതായിട്ടുമാണ് കാണിക്കുന്നത്. അതായത് ഇതിനിടയിൽ തന്നെ വിനായകന്റെ അച്ഛൻ പണ്ട് പടക്കം പൊട്ടിക്കുമ്പോൾ റോഡിൽ വീഴുന്നതായും അപ്പോൾ വിനായക് ഓടിച്ചെന്ന് അച്ഛനെ ആശ്വസിപ്പിക്കുന്നതായും മറ്റും കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വർഷങ്ങൾക്കിപ്പുറം മകൻ വീണുപോയപ്പോൾ വിനായക് വീണുപോയപ്പോൾ അച്ഛൻ വന്ന് അവിടെ നിന്ന് എണീപ്പിക്കുന്നതായിട്ടും ആ അസുഖത്തിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതോടൊപ്പം ബിജുക്കുട്ടന്റെ ക്യാരക്ടർ എപ്പോഴും നെറ്റിയിൽ കുറി തൊട്ടുകൊണ്ടാണ് നടക്കുന്നത്. വിനായക് എന്ന ക്യാരക്ടർ മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നുവെങ്കിലും അച്ഛന്റെ മരണശേഷം അച്ഛൻ തന്നെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് വിനായകനെ കാണിക്കുന്ന സമയത്ത് അച്ഛനെ പോലെ തന്നെ അവൻ ദൈവവിശ്വാസി ആയിരിക്കുന്നതായും നെറ്റിയിൽ കുറി തൊട്ടിരിക്കുന്നതായും കാണാം. ഇനി സിനിമയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഈ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് അലന്റെ സുന്നത്തിനെ പറ്റി കാണിക്കുന്നുണ്ട്. ആ സുന്നത്ത് നടത്തുന്നതിന് വേണ്ടി സുധീഷിന്റെയും ബിജുക്കുട്ടന്റെയും ക്യാരക്ടറുകൾ ചേർന്നുകൊണ്ട് ഒരു CD വിനായകന്റെ വീട്ടിൽ കൊണ്ട് വെക്കുകയും അതുവഴി അവരൊരു പോൺ വീഡിയോയുടെ CD കൊണ്ടുവരുമെന്നും അതിട്ട് കാണുമെന്നും ആ സമയത്ത് അലിനെ സുന്നത്ത് ചെയ്യാമെന്നുമാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഒരു സീനിൽ അച്ഛന്മാർ തന്നെ ഇങ്ങനെ മക്കളെ പോൺ വീഡിയോ കാണുന്നതിനും മറ്റും പ്രേരിപ്പിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. സോ അത് തന്നെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതല്ല, അങ്ങനെയുള്ളൊരു അവസരത്തിൽ മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൂഡിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ ഈ സുന്നത്ത് നടത്താൻ പറ്റുകയുള്ളൂ എന്നാണ് സിനിമയിൽ കാണിച്ചതെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയല്ല സിനിമയിൽ കാണിക്കുന്നത്. അലിനെ പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഒരുക്കിയത് എന്നാണ് കാണിക്കുന്നത്. ഒളിച്ചിരുന്ന കുറേ അധികം ആളുകൾ കൂട്ടമായി വന്നുകൊണ്ട് അലിനെ ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് സുന്നത്ത് നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ അലൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മുറിയിലേക്കോ മറ്റോ കയറുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കാനായിട്ടോ അങ്ങനെ എന്തിനെങ്കിലും കാര്യത്തിന് മുറിയിലേക്ക് കയറുന്ന സമയത്ത് മറ്റുള്ള ആളുകളെല്ലാം പലയിടത്തായി ഒളിച്ചിരിക്കുകയും പെട്ടെന്ന് മുറിയിലേക്ക് കൂട്ടമായി വന്ന് അലിനെ പിടിച്ചു വെക്കുകയും ചെയ്യുകയായിരുന്നെങ്കിലും ഈ കാര്യം വളരെ നിസ്സാരമായി നടത്താവുന്നതേ ഉള്ളൂ. പകരം ഇങ്ങനെ മക്കളെ പോൺ വീഡിയോ കാണാനുള്ള അവസരം ഒരുക്കിക്കൊടുത്ത് അതിലൂടെ അലിനെ പിടിച്ച് സുന്നത്ത് നടത്തുന്നത് പോലെ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രംഗങ്ങളെല്ലാം വളരെ രസകരമായിരുന്നുവെങ്കിലും ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ കാണിച്ചതിൽ ചില ലോജിക്കില്ലായ്മകളെല്ലാം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.